നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാമെന്ന് പറയുമ്പോൾ വിശ്വാസി സമൂഹം മുഴുവനും എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ പറയാണ്. എന്താണ്? അങ്ങനെ പറയണില്ല അക്ഷരാർത്ഥത്തിൽ, പക്ഷെ അതിൻ്റെ സാരാംശം എന്താണ്? സാരാംശം ഇതാണ്: നീ പുരോഹിത, നീ ഇവിടെ പ്രഘോഷിച്ചതും അല്ലേ, ഇവിടെ പ്രഘോഷിച്ചതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു, ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം. അപ്പൊ ഓരോന്നിനും ഒരേ കാതലായ ഭാഗങ്ങളുണ്ട്. നമ്മളൊരു സിനിമ പോലെ അതിൻ്റെ ഒരു ഇതുപോലെ ഒരു കുർബാന കണ്ടങ്ങാട് പോകണം, കാണുക എന്നുള്ളൊരു ചിന്താധാരയിലോട്ട് പോയി അങ്ങനെ ഒരു മലമ്പോട്ടടിച്ച് കിടക്കാനല്ലേ, മലമ്പോട്ടടിക്കുക എന്ന് പറയും, അറിയോ? മനസ്സിലായോ? അതായത് നമ്മൾ മലന്ന് കിടന്ന് നീന്തില്ലേ പുഴയിൽ, അതിനെയാണ് മലമ്പോട്ടടിക്കുക എന്ന് പറയും ഞങ്ങളുടെ എറണാകുളം ഭാഷയിൽ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു നമുക്ക് നേവിയിൽ നമ്മളെ തിരഞ്ഞെടുത്തു. നേവിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പ്രത്യേക, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്നാലും ഞാനൊരു ഉദാഹരണം ഉണ്ടാക്കി പറയണതാണ്. അപ്പോൾ അതിൻ്റെ കമാൻഡർ പറഞ്ഞേക്കണത് നിന്നെ എടുത്തിരിക്കുന്നത് മുങ്ങൽ വിദഗ്ധനായിട്ടാണ്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങൾ പരിശീലനം നിനക്ക് തരും. അപ്പോൾ അതിൽ ഒരാൾ എന്ത് ചെയ്യും? ഈ മലമ്പോട്ടടിച്ച് നടക്കുകയാണ്. മനസ്സിലായോ? എന്ത് അടിച്ചു നടക്കാണ്? അതായത് വെള്ളത്തിന്റെ പൊക്കത്ത് തന്നെ കിടന്ന് നമുക്ക് എത്ര വേണമെങ്കിലും അല്ലേ, അതൊരു പ്രക്രിയയാണ്. അങ്ങനത്തെ ഒരു രീതിയിലൂടെ നമുക്ക് നടക്കാം. അപ്പൊ അങ്ങനെ നടക്കാം. അപ്പൊ കമാൻഡർ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താ നീ കാണിക്കണേ? അല്ലെ, ഞാൻ മലമ്പോട്ടടിച്ചു ഇതാണ്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, നീ മുങ്ങാങ്കുളിയിട്ട് അല്ലേ, മുങ്ങൽ വിദഗ്ധനാണ്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പരിശീലനം അതൊക്കെ ചെയ്യണം നീ. അതെനിക്ക് പറ്റില്ല, അതെനിക്ക് പ്രയാസവും. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ എന്തുണ്ടാവും? ഇപ്പൊ അവനാ ആ കോഴ്സിൽ അവൻ വിജയിക്കുമോ? അവനെ പിരിച്ചുവിടേണ്ടി വരില്ലേ? മനസ്സിലായി? അപ്പൊ നമ്മളെ സംബന്ധിച്ച്, നമ്മൾ ക്രിസ്തുവിന്റെ അല്ലെ ദൈവരാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് കിട്ടേണ്ട ആ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് കിട്ടേണ്ട ആധ്യാത്മികമായ അറിവ്, ആ സത്ത മുഴുവനും, കാതലായ ആ കഴമ്പ് ഒന്നും നമ്മൾ വേണ്ട വിധത്തിൽ അറിവില്ലാണ്ട് പോണത് അത് ന്യായമായ ഇതിൽ പെടുത്താം. പക്ഷെ നമുക്ക് കിട്ടേണ്ട കാര്യം അല്ലേ, നമുക്കത് കിട്ടും ഇന്നടുത്തുനിന്ന്, അല്ലെങ്കിൽ നമുക്ക് അത് അറിയാനുള്ള ഒരവസരമുണ്ട്. ഇതൊക്കെ ഉണ്ടായ കാലങ്ങളിലെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ട് കൂടി നമുക്കിതൊക്കെ അറിവ് കിട്ടിയിട്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നറിഞ്ഞിട്ട് നമ്മളതിനെ തിരസ്കരിച്ച് പോകുമ്പോൾ നമ്മൾ ഈ ഒരു മലമ്പോട്ടടിച്ച് നടക്കുന്ന ഒരാളായിട്ട് മാറും. വെള്ളത്തിൽ മലമ്പോട്ടടിച്ച് നീന്തുന്ന ഒരാളായിട്ട് മാറുകയും നമുക്ക് ഈ യഥാർത്ഥ സ്വർഗത്തിൻ്റെ അനുഭവം, അതായത് സ്വർഗം നമുക്ക് ലഭിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ടല്ല, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ തന്നെ, ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലാകണ അവസ്ഥയും കൂടിയുണ്ട്. മനസ്സിലായോ? മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടാനിരിക്കണതിനേക്കാൾ ഉപരി നമ്മളിവിടെ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗം നമ്മൾ അനുഭവിക്കണം. അതാണ് ആദ്യത്തെ ഘടകം. അങ്ങനെ അനുഭവിക്കണവനാണ് യഥാർത്ഥ രാജ്യത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവന് കടക്കാൻ പറ്റും. അതായത് യേശുവിൻ്റെ ആദ്യത്തെ വരവ് സ്വീകരിക്കാത്തവന് രണ്ടാമത്തെ വരവ് സ്വീകരിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം യേശു പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല, സഭയിലൂടെ നൽകപ്പെട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ രണ്ടാം വരവ് നമ്മൾ നോക്കിയിരിക്കാം. അങ്ങനെയാണെങ്കിലോ? മനസ്സിലായോ? അപ്പം ഇത്രയുമാണ്. അപ്പം രണ്ട് ഭാഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് വശങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ ശുശ്രൂഷകളും രഹസ്യങ്ങളും, അതോടൊപ്പം തന്നെ രണ്ട് പാരമ്പര്യങ്ങൾ, അതോടൊപ്പം തന്നെ രണ്ട് ദൈവശാസ്ത്രങ്ങൾ, പിന്നെ ഇതിന് എൻ്റെ രൂപവും ഉള്ളടക്കവും ഉണ്ടെന്ന് പറഞ്ഞു. അതൊരാൾക്കും മാറ്റാൻ ഒരധികാരവും, മാർപ്പാപ്പയ്ക്ക് പോലും ആ ഒരു ബലിയർപ്പണം ഏത് രീതിയിലാണോ ആ രീതിയിനനുസരിച്ച് അത് സഭ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണത് നൽകപ്പെടേണ്ടതെന്ന് ആരാധനക്രമത്തെ. അത് ഇത്ര വിശ്വാസികൾക്ക് അത് നൽകണം എന്നുള്ളത് അത് ഒരു ഇടവകനെ സംബന്ധിച്ച് ആ വികാരി അച്ഛൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനെ നിയമിച്ചുകൊണ്ടാണ് പിതാവ് വിട്ടിരിക്കണേ. അപ്പം അതിൽ നിന്നും പിന്നെ ഒരു മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കാനോ, ഇപ്പോൾ ഇങ്ങനെ ജനാഭിമുഖ കുർബാനയെ ഞാൻ അർപ്പിക്കോളൂ എന്ന് പറയണ തീരുമാനം എടുക്കണ വൈദികൻ, അവർക്ക് കിട്ടേണ്ട, ഈ വിശ്വാസികൾക്ക് കിട്ടേണ്ട യഥാർത്ഥമായ ആരാധന ഇല്ലേ, ഞാനതിന് വാക്കുകൾ കൊണ്ട് പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായോ? അതിനെതിരാണ് നിൽക്കണേ. മനസ്സിലായോ? അതിനെതിരിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്.
ഈ വൈദിക പുരോഹിതനാണ് അവർക്കത് കൊടുക്കേണ്ടത്. ആ വൈദികൻ തന്നെ അതിനെതിരായിട്ട് നിൽക്കണം. കണ്ടോ, എനിക്ക് ജരാബീവ് കുർബാനയാണ് ഇഷ്ടം.